വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ഇപ്പോൾ 4 ജില്ലകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വയനാട് പഠിച്ചു, കോഴിക്കോട് പഠിച്ചു, കണ്ണൂർ പഠിച്ചു, കാസർഗോഡ് പഠിച്ചു, അല്ലെ? 4 ജില്ലകൾ പഠിച്ചു. ഇന്ന് മലപ്പുറം ജില്ലയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മലപ്പുറം ജില്ല രൂപീകൃതമായ വർഷം പല LDC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1969 ജൂൺ 16-നാണ് കേട്ടോ. ജൂൺ 16 അങ്ങനെ ദിവസം ചോദിച്ചു കണ്ടിട്ടില്ലേ, വർഷമാണ് കൂടുതൽ ചോദിച്ചേക്കണേ. 1969 ജൂൺ 16-ന് രൂപം കൊണ്ട ജില്ലയാണ് മലപ്പുറം ജില്ല. കുറേയധികം വിശേഷണങ്ങൾ മലപ്പുറം ജില്ലയ്ക്കുണ്ട്. മലപ്പുറം ജില്ലയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിശേഷണം മെക്ക ഓഫ് കേരള ഫുട്ബോൾ എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിന്റെ ഫുട്ബോൾ എന്താ പറയാ മെക്ക എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഇനി മലപ്പുറം ജില്ലയില് കോട്ടക്കുന്ന് പാർക്ക് ഉണ്ട്. അത് മലപ്പുറത്തിന്റെ മറൈൻ ഡ്രൈവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മലപ്പുറത്തിന്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോട്ടക്കുന്ന് പാർക്ക്. അതുപോലെ തന്നെ കേരളത്തിന്റെ മെക്ക അല്ലെങ്കിൽ ചെറിയ മെക്ക എന്ന് വിളിക്കുന്നത് പൊന്നാനിയെയാണ്. കേരളത്തിന്റെ മെക്ക അല്ലെങ്കിൽ ചെറിയ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമല എന്ന് പറയുന്ന സ്ഥലമാണ്. മലപ്പുറത്തിന്റെ ഊട്ടി എന്ന് പറയുന്നത് കൊടികുത്തിമല. അതുപോലെ തന്നെ കേരളത്തിന്റെ ധന്വന്തരി ഗ്രാമം എന്ന് പറയുന്ന കോട്ടക്കൽ ആയുർവേദ്യശാല എല്ലാവർക്കും ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നൊക്കെ വിളിക്കുന്നുണ്ട് കോട്ടക്കൽ ആയുർവേദ്യശാലേനെ. അപ്പോ കേരളത്തിന്റെ ധന്വന്തരി ഗ്രാമം എന്നും അറിയപ്പെടുന്നു, അല്ലെ? ഇനി അടുത്തത് കേരളത്തില് വളരെ പ്രധാനപ്പെട്ട കുറെ ആദ്യം നടന്നിട്ടുള്ള സംഭവങ്ങള് എന്താ പറയാ മലപ്പുറം ജില്ലയിലുണ്ട്. കേരളത്തിലെ ആദ്യമായിട്ട് ഒരു റെയിൽ പാത വന്നത് ബേപ്പൂർ തിരൂരാണ്, മലപ്പുറം ജില്ലയിലാണ്, അല്ലെ? 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല എന്ന ബഹുമതി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന നിരോധന പഞ്ചായത്തും നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന നിരോധന പഞ്ചായത്ത് എന്നറിയപ്പെടുന്നതും മലപ്പുറം ജില്ലയിലെ തിരൂർ തന്നെയാണ്. ഇനി നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ICDS പ്രോജക്റ്റ് നമുക്കറിയാം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ. അത് 1975 കേരളത്തില് വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത്, മലപ്പുറം ജില്ലയിൽ വേങ്ങരയിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ICDS പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? വേങ്ങര. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതും 1998 മലപ്പുറം ജില്ലയിലാണ്. കുടുംബശ്രീ ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയാണ്, 1998. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെ കാണപ്പെടുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് കാണപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കേരളത്തില് ആദ്യമായിട്ട് ഒരു മലയാള ഭാഷയ്ക്ക് ഒരു മ്യൂസിയം ഉണ്ട്. മലയാള ഭാഷ മ്യൂസിയം തിരൂര് തുഞ്ചൻ പറമ്പാണ്, അല്ലെ? നമ്മുടെ മലയാളം യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്കറിയാം, നമുക്ക് പഠിക്കാതെ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മലയാള ഭാഷാ മ്യൂസിയം സ്ഥാപിതമായത് തിരൂരാണ്. എവിടെയാണ്? തുഞ്ചൻ പറമ്പ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തേക്ക് മ്യൂസിയം വന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ തേക്ക് മ്യൂസിയം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് എന്ന്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് നോക്ക് കൂലി വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത് മലപ്പുറത്തെയാണ്. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയേണ്ടത്? മലപ്പുറം ജില്ലയാണ് പറയേണ്ടത്. ഇനി മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ധാരാളം സർക്കാർ സ്കൂളുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയിലാ. ധാരാളം സർക്കാർ സ്കൂളുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാ. ധാരാളം പ്രവാസികൾ കാണപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാ. ധാരാളം മുസ്ലിംസും അവിടെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ജനസംഖ്യ മാത്രമല്ല, ജനസംഖ്യ വളർച്ചാ നിരക്കും കൂടുതൽ അവിടെ തന്നെയാണ്. അപ്പൊ മുസ്ലിങ്ങൾ കൂടുതലാണ്, ജനസംഖ്യ കൂടുതലാണ്, ജനസംഖ്യ വളർച്ച
വളർച്ചാ നിരക്ക് കൂടുതലാണ്, പ്രവാസികൾ കൂടുതലാണ്, ധാരാളം സ്കൂളുകൾ അവിടെ ഉണ്ട്, സർക്കാർ സ്കൂളുകൾ. പക്ഷേ പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവാണ്. ആൾക്കാർ കൂടുന്നു എന്നനുസരിച്ച് ഒരു വ്യക്തിയുടെ മേലാണല്ലോ നമ്മൾ പ്രതിശീർഷ വരുമാനം കണക്കാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകള്, അതുപോലെ തന്നെ കൂടുതൽ നിയോജക മണ്ഡലങ്ങള്, കൂടുതൽ ഗ്രാമവാസികളൊക്കെ മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമവാസികൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ, കൂടുതൽ ഗ്രാമവാസികള്, കൂടുതൽ നിയോജക മണ്ഡലങ്ങളൊക്കെ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് കാണപ്പെടുന്നതെന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അക്ഷയ പദ്ധതി, നമ്മൾ നേരത്തെ കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ച പോലെ തന്നെ അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയും അല്ലെങ്കിൽ ആരംഭം കുറിച്ച ജില്ലയും ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല തന്നെ പറയാം. ഇനി ഹജ്ജ് ഹൗസ് കേട്ടുണ്ടോ? ഹജ്ജ് ഹൗസ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ്. ഹജ്ജ് ഹൗസ് പറഞ്ഞാൽ എന്താണ്? കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി കേട്ടോ. കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി അഥവാ ഹജ്ജ് ഹൗസ് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് എന്ന് ഓർക്കണം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് മലപ്പുറം ജില്ലയിലും അതിന്റെ ഭാഗമാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് കവനൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക്, അത് ശ്രദ്ധിക്കണം, വെറുതെ ISO സർട്ടിഫിക്കറ്റ് അല്ല, ഇന്ത്യയിൽ ആദ്യത്തെ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് കവനൂരാണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ നല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സ്വരാജ് ട്രോഫി എന്ന് പറയുന്ന ട്രോഫി കൊടുക്കേണ്ട അറിയാം. അങ്ങനെ സ്വരാജ് ട്രോഫി നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ബഹുമതി മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ്. സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി കേട്ടോ മഞ്ചേരിയാണ്. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുകലാണ്. അപ്പൊ നല്ല വൃത്തിയും വെടിപ്പുമുള്ള പഞ്ചായത്ത്. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽ പോത്തുകലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുകലാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അക്ഷയ കേന്ദ്രം ആരംഭിച്ചത്, അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പൊ നമുക്കറിയാം എല്ലായിടത്തും, ഓരോ ചെറിയ ഗ്രാമങ്ങളിൽ വരെ അക്ഷയ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ ഗവൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഒരു അക്ഷയ കേന്ദ്രത്തെ നമുക്ക് സമീപിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നും നമുക്കറിയാം അല്ലെ. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അക്ഷയ കേന്ദ്രം വന്നത് പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിലാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി കേരളത്തില് മങ്കട എന്ന് പറയുന്ന മലപ്പുറത്ത് മങ്കട എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ഉണ്ട്. ആ നിയമസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത സമ്പൂർണമായിട്ട് വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണത്രേ. സമ്പൂർണമായിട്ട് വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം എന്ന ബഹുമതി ആർക്കാണ്? മങ്കടയ്ക്കാണ്. ഏതാണ്? മങ്കടയാണ്. അതുപോലെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് പരാതി രഹിത പട്ടണമാകുവാൻ മലപ്പുറം മുനിസിപ്പാലിറ്റി ഒരു എന്താ പറയുന്നത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അപ്പൊ ഇനി മലപ്പുറം മുനിസിപ്പാലിറ്റി സംസ്ഥാനത്ത് ആദ്യത്തെ പരാതിരഹിത പട്ടണമാവുകയാണ്. അങ്ങനെ അതിനുവേണ്ടി മലപ്പുറം മുനിസിപ്പാലിറ്റി ഫോം ചെയ്ത ഒരു പ്രോജക്റ്റിന്റെ പേരാണ് നേരറിയാൻ നേരിട്ട്. എന്താണ്? നേരറിയാൻ, കാര്യങ്ങളൊക്കെ അറിയാൻ നേരിട്ട്. അതന്നെ നേരറിയാൻ നേരിട്ട് എന്നുള്ളത് സംസ്ഥാനത്തെ ആദ്യ പരാതിരഹിത പട്ടണമായി മാറാൻ മലപ്പുറം മുനിസിപ്പാലിറ്റി രൂപം നൽകിയ ഒരു പദ്ധതിയുടെ പേരാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ പട്ടികവർഗ കോളനി സ്ഥാപിതമായത് മലപ്പുറം ജില്ലയിലാണ്. നെടുങ്കയം മലപ്പുറം ജില്ലയിലെ നെടുങ്കയത്തിന് എന്താ ബഹുമതി? ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ പട്ടികവർഗ കോളനി എന്ന് പറയുന്ന ബഹുമതി ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു SC/ST കോടതി സ്ഥാപിച്ചത് മഞ്ചേരിയിലാണ്. കേരളത്തിൽ ആദ്യത്തെ SC/ST കോടതി എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് എന്ന് ഓർക്കുക. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്, എന്താണ്? കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത് മലപ്പുറം ജില്ലയിലാണ്. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി
ടെക്നോളജി. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നതാണ് കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നതാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന ബഹുമതി പൊന്നാനിക്കാണ്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ് എന്ന് നമ്മള് ഭാരതപ്പുഴ പഠിക്കുന്നുണ്ട് അല്ലെ, ഓർക്കുണ്ടാവും നിങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ എല്ലാവരും കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുമെങ്കിലും കോഴിക്കോട് വിമാനത്താവളമല്ല, കരിപ്പൂർ എയർപോർട്ടാണ്, അത് മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ എന്താ പറയുന്നത്, ലിറ്റിൽ പ്രൊഫസർ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല. അപ്പൊ നോക്കിയേ, അതും കോഴിക്കോട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നറിയാം. യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ കാലിക്കറ്റ് സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യമായിട്ട് ലിറ്റിൽ പ്രൊഫസർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ കോട്ടക്കുന്ന് മൈതാനം ഏത് ജില്ലയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് എന്ന് ഓർത്തു വെക്കാം. നമ്മുടെ EMS, അതായത് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലമാണ്. പെരിന്തൽമണ്ണ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഏലംകുളം മനയിലാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് ജനിക്കുന്നത്. ഇനി അടുത്തത്, ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള ഒരു നിർമ്മിതിയാണ് ചമ്രവട്ടം പാലം. അത് തിരൂരിനെയും പൊന്നാനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. തിരൂരിനെയും പൊന്നാനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു 978 മീറ്റർ നീളമുള്ള ഒരു നിർമ്മിതിയാണ്. അത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ്. അത് തിരൂരിനെയും പൊന്നാനിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി കോട്ടക്കൽ ആയുർവേദ്യശാല നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതിന്റെ സ്ഥാപകൻ ആരാണ്? PS വാര്യരാണ്. വളരെ പ്രധാനമാണ്. PS വാര്യരാണ് കോട്ടക്കൽ ആയുർവേദ്യശാല സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു ഗവൺമെന്റ് ആയുർവേദ മാനസിക ആരോഗ്യ കേന്ദ്രമാണ് കോട്ടക്കൽ. ഇന്ത്യയിലെ ഒരേ ഒരു മാനസിക ആയുർവേദ ആരോഗ്യ കേന്ദ്രം കേട്ടോ. അതായത് മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദ സെന്റർ ഇന്ത്യയിൽ ഒരേ ഒരെണ്ണേ ഉള്ളൂ. അത് എവിടെയാണ്? കോട്ടക്കലാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി നിലമ്പൂര്, നമ്മളിപ്പോ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയാം, 4ാം ക്ലാസ് സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട. അപ്പൊ 4ാം ക്ലാസ് തുല്യത പരീക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ജ്യോതിർഗമയ എന്ന് പറയുന്നത്. എന്താണ് ജ്യോതിർഗമയ? ആ സാക്ഷരതാ പദ്ധതി ആരംഭിച്ച നഗരസഭ ഏത് എന്ന് ചോദിച്ചാൽ നിലമ്പൂർ നഗരസഭയാണ്. അപ്പൊ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിർഗമയ എന്ന സാക്ഷരതാ പദ്ധതി ആരംഭിച്ചത് കേരളത്തിലെ ഏത് നഗരസഭയാണ്? മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നഗരസഭയാണ് എന്ന് ഓർക്കണം. ഇനി നിലമ്പൂര് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീധന വിമുക്ത പഞ്ചായത്താണ് നിലമ്പൂര് എന്ന് പറഞ്ഞില്ലേ. നിലമ്പൂരിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. സ്വർണ്ണ നിക്ഷേപം ഉള്ള കേരളത്തിലെ ഒരു പ്രദേശമാണ്. ഇനിയിപ്പോ സ്വർണ്ണ നിക്ഷേപം കണ്ടുകൊണ്ടാണോ സ്ത്രീധന വിമുക്തമാക്കിയത്? അത് തമാശ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താ പറയണത്, സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശമാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സ്ഥലം പൊന്നാനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇടശ്ശേരി സ്മാരക സമിതി അങ്ങനെ ഒരു സ്മാരകം എവിടെയുണ്ട്? മലപ്പുറം ജില്ലയിലുണ്ട്, ഇടശ്ശേരി സ്മാരക സമിതി. അതുപോലെ തന്നെ തിരുനാവായ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സ്മാരകം തിരുനാവായാണ്. ചന്ദനക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുനാവായയില് മോയിൻകുട്ടി വൈദ്യരുടെ മെമ്മോറിയൽ ഉണ്ട്. അതെവിടെയാണ്? കൊണ്ടോട്ടിയിലാണ്. മോയിൻകുട്ടി വൈദ്യർ മെമ്മോറിയൽ എവിടെയാണ്? കൊണ്ടോട്ടിയിലാണ്. മോയിൻകുട്ടി വൈദ്യർ മെമ്മോറിയൽ കാണപ്പെടുന്നത് എവിടെയാണ്? കൊണ്ടോട്ടിയിലാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, മലയാളം യൂണിവേഴ്സിറ്റി 2012 നവംബർ 1 നമ്മുടെ എന്താ പറയാ മലപ്പുറം ജില്ലയില് തിരൂര് ആസ്ഥാനമായിട്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല നിലവിൽ വരാണ്. 2012 നവംബർ 1 അവരുടെ ഒരു പ്രസിദ്ധീകരണമാണ് എഴുത്തോല എന്ന് ഓർത്തു വെക്കണം. എന്താണ്?
എഴുത്തോല. മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര് എഴുത്തോല എന്നാണ്. ആദ്യത്തെ വൈസ് ചാൻസലർ ശ്രീ കെ ജയകുമാർ ആണ് കേട്ടോ. ആദ്യ മലയാളം യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ പദവിയിലിരുന്ന വ്യക്തി ആരാണ്? ശ്രീ കെ ജയകുമാർ ആണ്. മലയാള സർവകലാശാലയ്ക്ക് ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. മലയാളം സർവകലാശാലയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര് എഴുത്തോല അല്ലെ. അപ്പോ എന്താ പറയുന്നത്, നമ്മൾ ശ്രേഷ്ഠ ഭാഷാ ദിനമായിട്ട് നവംബർ 1 കണക്കാക്കിയിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി എന്നാണ് മലയാളത്തിന് കിട്ടിയത്? 2013 മെയ് 23 എന്ന് ഓർത്തു വെക്കണം. 2013 മെയ് 23 കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയില് ഗരുഡ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരേ ഒരു ഗരുഡ ക്ഷേത്രമേ ഉള്ളൂ. അത് തൃപ്പങ്ങോട് ഗരുഡ ക്ഷേത്രമാണ്. ഗരുഡന്റെ ഒരു അമ്പലം ഉണ്ട്, അത് ഇന്ത്യയിൽ തന്നെ ഒരെണ്ണേ ഉള്ളൂ. അത് മലപ്പുറം ജില്ലയിലാണ്. തൃപ്പങ്ങോട് ഗരുഡ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതുപോലെ തൃക്കണ്ടിയൂർ എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രം ഉണ്ട്. അവിടുത്തെ പ്രത്യേകത ഉത്സവം പ്രധാന ഉത്സവമാണ്. ഇപ്പൊ ഇതൊക്കെ എന്തിനാ ടീച്ചറെ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ മേഖല നമ്മളിപ്പോ ദേവസ്വം ബോർഡ് എക്സാമുകളൊക്കെ എഴുതുമ്പോഴേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡ് എക്സാമിന് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, മറ്റു എക്സാമുകൾക്കും ചോദിക്കാം. അപ്പോ പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം. അവിടെ ഉത്സവമാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ തിരുമാന്താംകുന്ന് ക്ഷേത്രം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. തിരുമാന്താംകുന്ന് ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ്. ഇനി നമ്മള് എന്താ പറയുന്നത്, വടക്കൻ കേരളത്തില് ടൂറിസം സജീവമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ഒരു പദ്ധതി കൊണ്ടുണ്ട്. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി. അപ്പൊ മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി വടക്കൻ കേരളത്തിലെ ടൂറിസം സജീവമാക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ്. എന്താ പദ്ധതിയുടെ പേര്? മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി എന്നാണ് അതിന്റെ പേര്. ഇനി കേരളത്തിൽ ഏത് സർവകലാശാലയാണ് ഷാജ സുൽത്താന് ഡീലിറ്റ് ബഹുമതി കൊടുത്ത? ഷാർജയിലുള്ള സുൽത്താന് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഡീലിറ്റ് പദവി കൊടുത്തുക്കണു ഇത്ര. ഏതാണത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എന്ന്. ഓക്കെ. ഇനി നമുക്കറിയാം തേക്ക് മ്യൂസിയം നിലമ്പൂർ നമ്മൾ പഠിച്ചു. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച മരത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നിലമ്പൂർ തേക്കാണ്. ലോകത്ത് ആദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച മരം നിലമ്പൂർ തേക്കാണ്. ഇനി അടുത്തത് എന്തിന്റെയൊക്കെയാണ്? കുറച്ച് ആസ്ഥാനങ്ങള് മലബാർ മേഖലയില് മലപ്പുറം ജില്ലയിലുണ്ട്. അതിൽ പ്രധാനം ഒന്ന് കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം മലപ്പുറമാണ്, നിലമ്പൂര്. അതുപോലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അധികം നാളായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മലബാർ സ്പെഷ്യൽ പോലീസ് MSP അതിന്റെ ആസ്ഥാനം മലപ്പുറമാണ്. അത് നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡിറ്റർജന്റ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കുറ്റിപ്പുറം. കേരള സ്റ്റേറ്റ് ഡിറ്റർജൻസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കുറ്റിപ്പുറാണ്. മലബാർ കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് മലപ്പുറം. മലബാർ കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്. കേരള ഹൈടെക് വേവിംഗ് ആൻഡ് ഗാർമെന്റ്സ് കോപ്പറേറ്റീവ് മിൽസ് ലിമിറ്റഡ്. കേരള ഹൈടെക് വേവിംഗ് ആൻഡ് ഗാർമെന്റ്സ് കോപ്പറേറ്റീവ് എന്താ പറയാ ഗാർമെന്റ് കോപ്പറേറ്റീവ്സ് മിൽസ് ലിമിറ്റഡും കാണപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. അവരുടെ ഒരു ഓഫ് ക്യാമ്പസ് പാണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിലുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറം ജില്ലയിൽ പാണക്കാട് ഉണ്ട് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിന്റെ ആസ്ഥാനം ചേലമലയാണ്. അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിന്റെ ആസ്ഥാനം ചേലമല, അതും എവിടെ തന്നെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മലയാളം യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ എത്രമാത്രം യൂണിവേഴ്സിറ്റികളാണല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലബാർ യൂണിവേഴ്സിറ്റി, അലിഗഡ് സർവകലാശാലയുടെ എന്താ പറയാ കേരളത്തിന്റെ ആസ്ഥാനം, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ്, ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ മലപ്പുറത്താണ്. പിന്നെ മലബാർ സ്പെഷ്യൽ പോലീസ്, കേരള ഗ്രാമീൺ ബാങ്ക് അല്ലെ, അതുപോലെ കേരള വുഡ് ഇൻഡസ്ട്രീസ്, കേളപ്പജി അത് നേരത്തെ പറഞ്ഞു നമ്മൾ, കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ മലപ്പുറം ജില്ല. അപ്പൊ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ഇനിയും നിങ്ങൾ ചോദിക്കും, ഇനിയും കുറെ ഉണ്ടല്ലോ മലപ്പുറം ജില്ല. ഉണ്ട്, അതായത് ഫാക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പറഞ്ഞ
പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ നദികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ എന്താ പറയാ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പറയാത്തതിന്റെ കാരണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയണ്ടല്ലോ, പറയുമ്പോൾ കേട്ട കുട്ടികൾക്ക് വീണ്ടും ബോറടി ആവും ചെയ്യും. കുറേ കാര്യങ്ങൾ കുത്തിക്കൂട്ടി നമ്മൾ ഒരു ജില്ല പഠിക്കുമ്പോൾ നമുക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ ആവും ചെയ്യും. അപ്പൊ ഇത്രയും പഠിക്കുക, ബാക്കി നമ്മൾ ഫാക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് നോക്കി പഠിക്കാം. അപ്പൊ ഇതോടുകൂടി മലപ്പുറം ജില്ല തീരുകയാണ്. അപ്പൊ ഭംഗിയായെന്ന് വിചാരിക്കുന്നു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.